ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വോട്ടെടുപ്പിന് 6 ദിവസം ശേഷിക്കെ പഴുതടച്ച പ്രചാരണ പരിപാടികളുമായി മുന്നണികൾ. BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, കോൺഗ്രസിന്റെ ശശി തരൂർ MP എന്നിവരും പ്രചാരണ രംഗത്ത്. പശ്ചിമബംഗാളിലെ മാൾഡയിൽ SIR നടപടിക്കിടെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അന്വേഷണം NIAയ്ക്ക് കൈമാറി. LPGയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പൂഴ്ത്തിവയ്പ് തടയണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പാചകവാതക ലഭ്യതയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ സംഘർഷം 35ാം ദിവസത്തിലേക്ക് കടന്നു. ആക്രമണങ്ങൾ തുടർന്ന് ഇറാനും ഇസ്രായേലും അമേരിക്കയും. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. സാഫ് അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് പുതുച്ചേരിയിലെത്തും. വൈകിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശ്രീ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തിരുവല്ലയിലും തിരുവനന്തപുരത്തും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംസാരിക്കും. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ ചങ്ങനാശ്ശേരി NSS കോളേജ് വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് ശ്രീ മോദിയുടെ തിരുവനന്തപുരത്തെ റോഡ് ഷോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വോട്ടെടുപ്പിന് 6 ദിവസം ശേഷിക്കെ പഴുതടച്ച പ്രചാരണ പരിപാടികളുമായി മുന്നണികൾ. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണം നടത്തും. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവരും LDFനായുള്ള പ്രചാരണത്തിൽ സജീവമാണ്. മലപ്പുറം UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബ സംഗമം ശശി തരൂർ MP ഉദ്ഘാടനം ചെയ്തു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നാളെ കോഴിക്കോട് UDFനായി പ്രചാരണത്തിനെത്തും. BJP തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായ K അണ്ണാമലൈ ഇന്ന് കണ്ണൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കയ്യിൽ കുടിവെള്ളം കരുതണം. ദാഹം തോന്നിയില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. പകൽ 11 മുതൽ 3 മണിവരെ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കുട, തൊപ്പി എന്നിവ നിർബന്ധമായും ഉപയോഗിക്കുക. പൊതുയോഗങ്ങൾ, റാലികൾ, പ്രകടനങ്ങൾ, റോഡ് ഷോകൾ, സ്ഥാനാർത്ഥി പര്യടനങ്ങൾ എന്നിവ പരമാവധി വൈകുന്നേരം 4 മണിക്ക് ശേഷം സംഘടിപ്പിക്കുന്നതാണ് ഉചിതം. പകൽ സമയത്തെ പൊതുയോഗങ്ങളിൽ ആവശ്യമായ തണൽ, കുടിവെള്ളം എന്നിവ ഉറപ്പാക്കാൻ സംഘാടകർ ശ്രദ്ധിക്കണം. കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ, സൺഗ്ലാസ്, സൺസ്ക്രീനുകൾ എന്നിവ ഉപയോഗിക്കാം. കൃത്യമായ ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കുകയും ശരീരം തണുപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തിങ്കളാഴ്ച അവസാനിക്കും. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി ആവേശകരമായ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നത്. 234 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 23-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. SIRനെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്നും കൂട്ടത്തോടെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് നടന്ന ഉപരോധ സമരത്തിനിടെയാണ് ജുഡീഷ്യൽ ഓഫീസർമാരെ ബന്ദികളാക്കിയത്. സംഭവത്തിന്റെ അന്വേഷണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം 35ാം ദിവസത്തിലേക്ക് കടന്നു. ആക്രമണങ്ങൾ തുടർന്ന് ഇറാനും ഇസ്രായേലും അമേരിക്കയും. അതിനിടെ ഇറാഖിലെ സെൻട്രൽ എർബിലിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇന്നലെ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. സംഭവങ്ങളുടെയും ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ UK വിദേശകാര്യ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു.
അന്താരാഷ്ട്ര ജലപാതകളിലൂടെ തടസ്സമില്ലാത്ത ഗതാഗതം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം വിദേശകാര്യ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. അതിനിടെ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ വ്യോമാക്രമണം തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ സംബന്ധിച്ച ബഹ്റൈന്റെ നിർദ്ദേശത്തിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ഇന്ന് വോട്ടെടുപ്പ് നടത്തും. ഹോർമുസിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ജലപാത തുറക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ നടന്ന ഓൺലൈൻ യോഗത്തിൽ 40-ലധികം രാജ്യങ്ങൾ പങ്കെടുത്തു. അതേസമയം ഇറാന്റെ ഏറ്റവും വലിയ പാലമായ B1 ആക്രമണത്തിൽ തകർന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാൻ എത്രയും വേഗത്തിൽ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. മനുഷ്യർക്ക് ദുരിതമുണ്ടാക്കുകയും ലോകത്തിനാകെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കരുതെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു. The United States and Israel. It's high time to stop the war that is inflicting immense human suffering and already triggering devastating economic consequences. To Iran to stop attacking their neighbors. Security Council has condemned these attacks and reaffirmed the need to respect navigational rights and freedoms along critical maritime routes, including the Strait of Hormuz. രാജ്യത്തെ ഇന്ധന ലഭ്യത വിലയിരുത്തുന്നതിനായി സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുമായും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുമായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി നീരജ് മിറ്റൽ ഇന്നലെ ചർച്ച നടത്തി. പ്രാദേശിക ഉപഭോക്താക്കൾക്കും അവശ്യ സേവനങ്ങൾക്കും വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്ന് യോഗത്തിൽ നിർദ്ദേശിച്ചു. LPGയുടെയും മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയവ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു. പാചകവാതക ലഭ്യതയുമായി ബന്ധപ്പെട്ട് പല തെറ്റായ വാർത്തകളും പ്രചരിക്കുന്നുണ്ടെന്നും അത് പൊതുജനങ്ങൾക്കിടയിൽ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്നതായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കൃത്യമായ വിവരങ്ങൾ സമയബന്ധിതമായി ജനങ്ങളിലെത്തിക്കാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മുൻകൈയെടുക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിരന്തരം മാറ്റം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഏത് സാഹചര്യത്തെയും കൃത്യമായ രീതിയിൽ നേരിടേണ്ടതുണ്ടെന്ന് ന്യൂഡൽഹിയിൽ നടന്ന മന്ത്രിമാരുടെ അനൌദ്യോഗിക യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ക്രിസ്തുമത വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. കേരളത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. സാഫ് അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8:30 മാലദ്വീപിലെ മാലയിലാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കലാശപ്പോരിന് ഇറങ്ങുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ഇന്ന് സമാപിക്കും. വൈകുന്നേരം റായ്പൂരിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ അന്താരാഷ്ട്ര ബോക്സിംഗ് താരം മേരി കോം, ഫുട്ബോൾ താരം ബൈച്ചിങ് ബൂട്ടിയ എന്നിവർ പങ്കെടുക്കും. മെഡൽ പട്ടികയിൽ 23 സ്വർണവുമായി കർണാടകയാണ് ഒന്നാമത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാർഡോറോവുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, ഊർജ്ജം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വോട്ടെടുപ്പിന് 6 ദിവസം ശേഷിക്കെ പഴുതടച്ച പ്രചാരണ പരിപാടികളുമായി മുന്നണികൾ. BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, കോൺഗ്രസിന്റെ ശശി തരൂർ MP എന്നിവരും പ്രചാരണ രംഗത്ത്. പശ്ചിമബംഗാളിലെ മാൾഡയിൽ SIR നടപടിക്കിടെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അന്വേഷണം NIAക്ക് കൈമാറി. LPGയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പൂഴ്ത്തിവയ്പ് തടയണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പാചകവാതക ലഭ്യതയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ സംഘർഷം 35ാം ദിവസത്തിലേക്ക് കടന്നു. ആക്രമണങ്ങൾ തുടർന്ന് ഇറാനും ഇസ്രായേലും അമേരിക്കയും. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്.
യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. സാഫ് അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.